ഇന്നും വൺ ഓഫ് ദ ടോപ്പ് പ്രീമിയം ഗിഫ്റ്റിംഗ് ഓപ്ഷനായ 1936 1936 മാക്കിൻടോഷ് എന്ന ബ്രിട്ടീഷ് കൺഫെക്ഷണറി കമ്പനി ഇറക്കിയ ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന ഒരു കളർഫുൾ ചോക്ലേറ്റ് അസോർട്ട്മെൻറ്റ് ബോക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ 1891 ജനിച്ച ഒരു ബ്രിട്ടീഷ് ബിസിനസ്മാനും ഫിലാന്ത്രോപ്പിസ്റ്റുമായ ഹാരോൾഡ് മാക്കിൻടോഷ് ആണ് ഫസ്റ്റ് ഈ ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന ഗിഫ്റ്റ് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻട്രൊഡക്ഷന് ശേഷം ഇത് വളരെ പോപ്പുലറായി, കാരണം ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലീസിന് കൂടി അഫോർഡബിൾ ആയ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്. അപ്പോൾ ഈ ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന് പറഞ്ഞത് ചുമ്മാ ഇട്ടേക്കുന്ന ഒരു പേരായിരുന്നില്ല. അത് 1901 JM ബാരിയുടെ ഒരു ക്വാളിറ്റി സ്ട്രീറ്റ് എന്ന നാടകത്തിനെ ആസ്പദമാക്കിയിട്ടേക്കുന്ന പേരാണിത്. ഇത് നെപ്പോളിയൻ്റെ കാലത്തെ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമഡി നാടകമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബേത്ത് റോസൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും വാലന്റീനെ ബ്രൗൺ എന്ന് പറഞ്ഞ നായകനുമാണ് ഇതിൻ്റെ അകത്തെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത് തമ്മിലുള്ള ബന്ധം എവിഡൻ്റ് ആക്കുന്നതായിരുന്നു ഇതിൻ്റെ തുടക്കകാലത്തുള്ള ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ പരസ്യങ്ങൾ. അതിൻ്റെ അകത്ത് രണ്ട് ക്യാരക്ടേഴ്സിനെ പോർട്രേറ്റ് ചെയ്തിരുന്നു, മേജർ ക്വാളിറ്റി ആൻഡ് മിസ് സ്വീറ്റ്ലി. രണ്ട് ക്യാരക്ടേഴ്സ് ഒരു റീജൻസി സ്റ്റൈൽ അറ്റയറിലായിരുന്നു ആ അഡ്വർടൈസ്മെൻറ്റിൽ വന്നിരുന്നത്. അത് കോമൺ ജനങ്ങളിലേക്ക് ഈ പേര് പെട്ടെന്ന് എത്തിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിരുന്നു. പിന്നീട് 1988 നെസ്ലെ ഈ മാക്കിൻടോഷ് എന്ന് പറഞ്ഞ കമ്പനിയെ അക്വയർ ചെയ്തു. അതിനുശേഷമാണ് നെസ്ലെ ഈ ക്വാളിറ്റി സ്ട്രീറ്റ്സ് ഓൺ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നിതിപ്പോൾ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ബോക്സിൽ വരുന്നുണ്ട്. ഒന്ന് നെസ്ലെ ക്വാളിറ്റി സ്ട്രീറ്റും വേറെ ഒന്ന് നെസ്ലെ മാക്കിൻടോഷ് ക്വാളിറ്റി സ്ട്രീറ്റും. അതിൽ ഈ കാണുന്നത് നെസ്ലെ ക്വാളിറ്റി സ്ട്രീറ്റ് ആണ്. പക്ഷേ നെസ്ലെ മാക്കിൻടോഷ് ക്വാളിറ്റി സ്ട്രീറ്റ് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. അതും ഞങ്ങൾ താമസിയാതെ തന്നെ ട്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ചോക്ലേറ്റിനെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് നമുക്ക് ഗ്രീൻ ട്രയാങ്കിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മിൽക്ക് ചോക്ലേറ്റ് വിത്ത് ഹേസൽനട്ട് ഫ്ലേവേർഡ് ലൈനർ ഫില്ലിംഗ് ജർമ്മനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഒരു ഗ്രീൻ ഫോയിൽ റാപ്പിങ്ങോട് കൂടിയ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇത് ഒരു സ്മൂത്ത് ഹേസൽനട്ട് ഫില്ലിങ്ങോട് കൂടിയ ഒരു റിച്ച് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് ആണ്, ഇന്നർ ഫില്ലിംഗ് ക്രീമി ഹേസൽനട്ട് ഫ്ലേവേർഡ് പ്രലൈൻ. മൊത്തത്തിലുള്ള ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഫേം ചോക്ലേറ്റ് ഷെല്ലിൻ്റെ ഉള്ളിലായിട്ട് സോഫ്റ്റ് ആൻഡ് വെൽവെറ്റി പ്രലൈൻ ഇൻസൈഡ്. അടുത്തതായിട്ട് എടുക്കുന്നത് ദ പർപ്പിൾ വൺ. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് നീവർ ഫോംഡ് ഹേസൽനട്ട്സ് ഇൻ സോഫ്റ്റ് ടോഫി കവേർഡ് ഇൻ മിൽക്ക് ചോക്ലേറ്റ്. അതായത് ഒരു പർപ്പിൾ ഫോയിലിൽ പൊതിഞ്ഞ ഒരു സ്മൂത്ത് കാരമൽ ആൻഡ് ഹേസൽനട്ട് സെൻറ്ററോട് കൂടിയ റിച്ച് മിൽക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇന്നർ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരമലിൽ പൊതിഞ്ഞ ഒരു ഫുൾ ഹേസൽനട്ട്. ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ക്രീമി കാരമൽ വിത്ത് എ ക്രഞ്ചി ഹേസൽനട്ട് സെൻറ്റർ. അടുത്തതായി റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്ന ഒരു പിങ്കിഷ് റെഡ് റാപ്പറി പൊതിഞ്ഞേക്കുന്ന ഫഡ്ജ്. അതിൽ എഴുതിയേക്കുന്നത് ഫോണ്ടൻ കവേർഡ് ഇൻ മിൽക്ക് ചോക്ലേറ്റ് എന്നാണ്. വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലന്ന് പോകുന്ന സ്വീറ്റ് ആൻഡ് ബട്ടറി ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇന്നർ ഫില്ലിംഗ് സോഫ്റ്റ് വാനില ഫഡ്ജും പിന്നെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ക്രീമി ആൻഡ് വെൽവെറ്റി ഇൻസൈഡോട് കൂടിയ ഒരു ഫേം ചോക്ലേറ്റ് ഷെല്ല്. അപ്പോൾ അടുത്തതായിട്ട് എടുക്കുന്നത് സ്ട്രോബെറി ഡിലൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് ജർമ്മനിൽ എഴുതിയേക്കുന്നത് സ്ട്രോബെറി കവേർഡ് ഇൻ ഡാർക്ക് എന്നാണ്. അപ്പോൾ ഇതൊരു ബ്രൈറ്റ് റെഡ് റാപ്പറിൽ പൊതിഞ്ഞേക്കുന്ന ഒരു റിച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഫ്ലേവേർഡ് ക്രീം ഫില്ല് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതൊരു ഫ്രൂട്ട് ഫ്ലേവേർഡ് ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, നല്ല സ്മൂത്ത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇന്നർ ഫില്ലിംഗ് ക്രീമി സ്ട്രോബെറി ഫ്ലേവേർഡ് ഫോണ്ടൻ്റ് ആണ്. ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ക്യാൻഡി ഉള്ളോട് കൂടിയ നല്ല സോഫ്റ്റ് മിൽക്ക് ചോക്ലേറ്റിൽ പൊതിഞ്ഞത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഓറഞ്ച് ചോക്ലേറ്റ് ക്രഞ്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജർമ്മനിൽ എഴുതിയേക്കുന്നത് ന്യൂ ഫോം ഓഫ് മിൽക്ക് ചോക്ലേറ്റ് വിത്ത് ഓറഞ്ച് ഫ്ലേവേർഡ് ക്രിസ്റ്റൽസ് എന്നാണ്. അപ്പോൾ ഇതൊരു ബ്രൈറ്റ് ഓറഞ്ച് റാപ്പറിൽ പൊതിഞ്ഞ ഒരു സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ക്രഞ്ചി ആയിട്ട് വൈബ്രൻറ്റ് സിട്രസ് ഫ്ലേവറോട് കൂടിയ സോളിഡ് ഐറ്റമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ്. ഇന്നർ ഫില്ലിംഗ് ഓറഞ്ച് ഫ്ലേവേർഡ് ക്രിസ്റ്റൽസ്. അതിനാണ് ഈ ഒരു ക്രഞ്ചി ടെക്സ്ചർ ഉള്ളത്. പിന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ബാലൻസ് ഓഫ് സ്വീറ്റ് ചോക്ലേറ്റ് ആൻഡ് ടാങ്കി സിട്രസ്. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് ടോഫി ഫിംഗർ ആണ്. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ചോക്ലേറ്റ് ടോഫി സ്റ്റിക്സ്. അപ്പോൾ പേര് പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പും വളരെ വ്യത്യസ്തമാണ്. ഒരു ഫിംഗർ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഷേപ്ഡ് ആണിത്. അപ്പോൾ ഒരു ഗോൾഡൻ റാപ്പറിൽ പൊതിഞ്ഞേക്കുന്ന ഒരു ടോഫി ഫിംഗേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ച്യൂവി ടോഫി സെൻറ്ററിൻ്റെ ചുറ്റും നല്ല സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ്. ടേസ്റ്റ് വൈസ് ഇതൊരു റിച്ച് ബട്ടറി ടോഫി ഫ്ലേവറിൻ്റെ കൂടെ ചോക്ലേറ്റും കൂടെ വരുമ്പോൾ ഇത് അടിപൊളിയാണ്. ഇതൊരു ച്യൂവി ലോങ് ലാസ്റ്റിംഗ് ട്രീറ്റ്. ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ എന്ന് പറയുമ്പോഴേക്കും സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റും ഇന്നർ ഫില്ലിംഗ് ച്യൂവി ബട്ടറി ടോഫിയും. പിന്നെ ടെക്സ്ചർ എന്ന് പറയുമ്പോഴേക്കും ഒരു ഫേം ആയിട്ട് നല്ല ച്യൂവി ഇൻസൈഡുള്ള പക്ഷേ ചോക്ലേറ്റ് കോട്ടിങ്ങോട് കൂടിയ ഒരു നല്ല രസമുള്ള ഒരു ടോഫി. അടുത്തതായിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത് മിൽക്ക് ചോക്ക് ബ്ലോക്ക്. അത് ജസ്റ്റ് ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതൊരു ഗ്രീൻ റാപ്പറിൽ പൊതിഞ്ഞേക്കുന്ന ഒരു സ്മൂത്ത് ഹൈ ക്വാളിറ്റി മിൽക്ക് ചോക്ലേറ്റ്. അടുത്തതും ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ടോഫിയാണ്, ടോഫി പെന്നി. അപ്പോൾ ഈ
പേര് പോലെ തന്നെ ഇതൊരു പെന്നി ഷേപ്പ്, റൗണ്ട് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇറ്റ്സ് എ പ്യൂർ ടോപ്പ്. 1936 മാക്കിൻടോഷിന് തുടക്കം മുതലുള്ള ഒരു ഫ്ലേവറാണിത്. ഇതൊരു റൗണ്ട് ഗോൾഡൻ റാപ്പറിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടറി ഗോൾഡൻ ടോഫിയാണ്, ചോക്ലേറ്റ് തൊടിയിച്ചിട്ടില്ല. പിന്നെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ആൻഡ് ച്യൂവി, പ്രൊവൈഡിങ് എ ലോങ് ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ്, ഒരു കാരമിൽക്ക് പോലെ തന്നെ. പിന്നെ ടേസ്റ്റ് റിച്ച്, സ്വീറ്റ് ആൻഡ് സ്ലൈറ്റ്ലി കാരമലൈസ്. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ ആയിട്ടാണ് ബ്ലൂ റാപ്പറിൽ വരുന്ന കോക്കനട്ട് എക്ലെയർ. അതിൽ ജർമ്മനിൽ എഴുതിയേക്കുന്നത് കോക്കനട്ട് ക്രീം കവേർഡ് ഇൻ മിൽക്ക് ചോക്ലേറ്റ്. ഇതൊരു വെറൈറ്റി ട്രോപ്പിക്കൽ ഫ്ലേവർ ആണ്. ഒരു ഔട്ടർ ലെയർ എന്ന് പറയുമ്പോഴേക്കും സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് ആയിരിക്കും. ഇന്നർ ഫില്ലിംഗ് ക്രീമി കോക്കനട്ട് ഫ്ലേവേർഡ് ഫോണ്ടൻ്റ് ആയിരിക്കും. ടെക്സ്ചർ എന്ന് പറയുമ്പോഴേക്കും സോഫ്റ്റ് ആൻഡ് വെൽവെറ്റി ഇൻസൈഡ്, ഒരു ഫേം ചോക്ലേറ്റ് ഷെല്ലിൻ്റെ ഉള്ളിൽ. അടുത്തതായിട്ട് സെക്കൻഡ് ലാസ്റ്റ് വണ്ണാണ് കാരമൽ സ്വിൽ. അത് കാരമൽ ക്രീം കവേർഡ് ഇൻ ദ മിൽക്ക് ചോക്ലേറ്റ് എന്നാണ് അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത്. ഇതൊരു പ്രോപ്പർ ലൈറ്റ് യെല്ലോ ഗോൾഡൻ റാപ്പറിൽ വരുന്ന ഒരു കാരമൽ സെൻറ്റർ ഫില്ലിങ്ങോട് കൂടിയ ഒരു മിൽക്ക് ചോക്ലേറ്റ്. അതിൻ്റെ ഔട്ടർ ലെയർ മിൽക്ക് ചോക്ലേറ്റും ഇന്നർ ഫില്ലിങ് കാരമൽ ക്രീമും. അടുത്തതായിട്ട് വരുന്നത് ഓറഞ്ച് ക്രീമയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഓറഞ്ച് ക്രീം കവേർഡ് ഇൻ ഡാർക്ക് ചോക്ലേറ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ ലെയർ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ഇന്നർ ഫില്ലിങ് ക്രീമി ഓറഞ്ച് ഫ്ലേവേർഡ് ഫോണ്ടൻറ്റും ആണ്. ടെക്സ്ചർ സോഫ്റ്റ് വെൽവെറ്റി ഇൻസൈഡ് വിത്ത് ഫേം ചോക്ലേറ്റ് ഷെല്ലാണ്. പക്ഷേ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇതൊരു ക്യാൻഡി മോഡലാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊരു നല്ല കളർഫുൾ ആയിട്ടുള്ള അസോർട്ട്മെൻ്റ് ആണ്. പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഇത് നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പർ കൂടിയാണ്. ക്രിസ്മസിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗിഫ്റ്റാണ്. ക്രിസ്മസിന് മാത്രമല്ല വാലന്റൈൻസ് ഡേക്കും ബർത്ത്ഡേക്കും ഒക്കെ തന്നെ ഇത് നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ തന്നെ. എല്ലാ ഫ്ലേവേഴ്സിൻ്റെയും കൗണ്ടൊക്കെ സിമിലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഇത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കൂടുതൽ വരുന്നതിന് കൗണ്ട് കുറവായിരിക്കും. അതുപോലെ തന്നെ ക്യാൻഡീസ് കൂടുതൽ വരുന്നതിനും പിന്നെ ടോഫീസ് കൂടുതൽ വരുന്നതിനും ചിലപ്പോൾ കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പ്രൈസ് മാനേജ് ചെയ്ത്. അപ്പോൾ ഇത് ഇനി കഴിച്ച് നോക്കുമ്പോഴുള്ള ടേസ്റ്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ നെസ്ലയുടെ ഫേമസ് ആയിട്ടുള്ള ക്വാളിറ്റി സ്ട്രീറ്റിലെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് കാരമൽ സ്വീൽ. കാരമൽ സ്വീൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല കാരമലിൻ്റെ ഫില്ലിംഗ് ഉള്ള ഒരു ഐറ്റം ആയിരിക്കണം. പിന്നെ ഇതൊക്കെ വളരെ ഫൈനായിട്ടുള്ളതും വളരെ പ്രീമിയം ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സൈസും ടെക്സ്ചറും ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല മെൽട്ടായിട്ടാണ് ടൈറ്റ് ആയിരിക്കണേ. കാണുമ്പോൾ തന്നെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അത്യാവശ്യം ഇവിടെ ഒരു ചോക്ലേറ്റും പിന്നെ ഒരു കാരമലിൻ്റെ ഉള്ളിൽ നിന്ന് കാരമലിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറും കാണാം. ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല സ്മൂത്തും പ്രീമിയം ആയിട്ടുള്ള ചോക്ലേറ്റ് പ്ലസ് ഒരു കാരമൽ ടിഞ്ചൊക്കെ ആയിട്ട് സംഭവം ടേസ്റ്റ് വൈസ് കിടിലനാണ്. ഇനി നമ്മൾ ഈ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ പാക്കിൽ നിന്ന് എടുക്കുന്നത് ഓറഞ്ച് ക്രീം എന്നൊരു ഐറ്റമാണ്. നമ്മുടെ 10-12 ടൈപ്പ് ഫ്ലേവേഴ്സ് ഉള്ളതിൽ നമ്മൾ രണ്ടാമത്തെ ഫ്ലേവറായിട്ട് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓറഞ്ച് ക്രീം എന്ന് പറയുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും വിത്ത് ചോക്ലേറ്റ്. ഓറഞ്ചിൻ്റെ ഫില്ലിങ് ചോക്ലേറ്റ് മേലെ ഇതായിരിക്കണം പൊതുവേ ഐറ്റം. ഇനി നമുക്ക് സംഭവം ടേസ്റ്റ് വൈസും സംഭവമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിലൊരു ഡാർക്ക് ചോക്ലേറ്റ് ലെയറും പിന്നെ ഉള്ളിലേക്കൊരു വൈറ്റ് ആയിട്ടുള്ളൊരു സോളിഡ് ഫില്ലിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം വരുന്നത് ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ ചുമ്മാ ഒരു നോർമൽ നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ കാണുന്നൊരു ഷേപ്പാണ്. ഇനി നമുക്കൊന്ന് ഉള്ളിൽ നോക്കാം. അപ്പോൾ മുകളിൽ ചെറിയൊരു ലെയർ ചോക്ലേറ്റും ഉള്ളിൽ ഭയങ്കര തിക്കായിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസൊക്കെ ഹാർഡൻ ചെയ്ത് വെച്ചേക്കുന്ന മാതിരിയുള്ള ഓറഞ്ചിൻ്റെ ഫ്ലേവറിങ്ങുള്ള ഒരു സബ്സ്റ്റൻസും ആണ് കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് വൈസ് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായിട്ട് ഇഷ്ടം. ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും വിത്ത് ഓറഞ്ച് ഒരു ഗ്ലൂക്കോസ് ഫീലും. അപ്പോൾ ഇന്ന് നമ്മളിനി അടുത്തത് നമ്മുടെ ക്വാളിറ്റി സ്ട്രീറ്റിലെ ബോക്സിൽ നിന്ന് എടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ദ ഗ്രീൻ ട്രയാങ്കിളാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് കൗണ്ട് കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ലെയർ ഓഫ് ചോക്ലേറ്റ് തന്നെയായിരിക്കും. ഇതിനൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വരെയാണ് എൻ്റെ പേര് കൊടുത്തേക്കുന്നത്, ഗ്രീൻ ട്രയാങ്കിൾ. ഇനി നമുക്ക് സംഭവം എന്താണ് ടേസ്റ്റ് എന്നും ഷേപ്പ് എന്നും ഒക്കെ നോക്കാം. അത്യാവശ്യം ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നിന്ന് അടുക്കൊരു വൈറ്റ് കൈൻഡ് ഓഫ് ഷേപ്പൊക്കെ ആയിട്ട് സംഭവം കാണാൻ നല്ല അത്യാവശ്യം അടിപൊളിയാണ്. ഇനി ടേസ്റ്റ് വൈസ് നോക്കാം. വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലിൻഡ് അഥവാ അങ്ങനെ തന്നെ ആ ഒരു റേഞ്ചിലുള്ള പ്രീമിയം ചോക്ലേറ്റ്സ് അല്ലേ, അതിന് തന്നെ ഒരു അടിപൊളി ലെയർ ഓഫ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സിൽ പുതിയൊരു ഷേപ്പായിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പർപ്പിൾ വണ്ണാണ്. പർപ്പിൾ കവറിൽ ഇട്ടതുകൊണ്ടായിരിക്കും പർപ്പിൾ വന്നിട്ടേക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഫോർത്ത് ആയിട്ട് വരുന്ന ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ആ ബോക്സിലെ. അപ്പോൾ നമുക്കിനി സംഭവം ഒന്ന് ട്രൈ നോക്കാം. ചില ഡോമിൻ്റെ ഷേപ്പിൽ മുകളിലൊരു സ്വീലിംഗ് ഫിഗറൊക്കെ ആയിട്ടാണ് ഐറ്റം കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് വൈസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കുള്ളിലൊരു ഹേസൽനട്ടിൻ്റെ മാതിരിയുള്ളൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് സ്പെഷ്യാലിറ്റി. ഇതൊരു ഹേസൽനട്ട് ചോക്ലേറ്റ് ആണ്.
അപ്പോൾ ഇത് അത്യാവശ്യം ഹേസലിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഡെഫിനറ്റായിട്ട് ഇഷ്ടമാവും. അല്ലെങ്കിൽ നല്ലൊരു സ്മൂത്ത് പ്രീമിയം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. ഇനി നമ്മുടെ ഫിഫ്ത്ത് ഐറ്റമായിട്ട് വരുന്നത് ഫഡ്ജ് അഥവാ ഫോണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ആ ഒരു പാക്കിൽ മൊത്തം വന്ന 11 ഫ്ലേവേഴ്സിൽ നമ്മൾ ഫിഫ്ത്ത് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഈ ഒരു കവറിൽ ഒരു ക്യൂബിക്കൽ ഷേപ്പിലാണ് ഈ ചോക്ലേറ്റ് വരുന്നത്. ഇത് നമുക്ക് ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം വരുന്നത്. മുകളിലൊരു ലൈനിങ്ങും വരെയുള്ള സ്ട്രക്ചറൊക്കെ ഇട്ട് നമ്മുടെ ഇതിന് മിക്കതും തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഷേപ്സാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും ടേസ്റ്റും ഒക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു കാരമൽ കോട്ടിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് പ്രീമിയം ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എക്ലെയർ അഥവാ കാരമൽ ഫീലുള്ളൊരു പ്രീമിയം ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാരണം സ്വീറ്റ്നെസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം നമ്മൾ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ബോക്സിൽ നിന്ന് എടുത്തേക്കുന്നത് സ്ട്രോബെറി ഡിലൈറ്റ് എന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഡിലൈറ്റ് കൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് റെഡ് കവറിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സ്ട്രോബെറി ഫ്ലേവറിങ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് കവേർഡ് ആയിട്ടുള്ള സംഭവം. നമുക്കൊന്ന് ഇനി ടേസ്റ്റ് വൈസ് നോക്കാം. ഇപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടെക്സ്ചറും കളറുമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ട്രോബെറി ഫ്ലേവറിങ് ആയിരിക്കും. ഒന്ന് നോക്കാം. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു സ്റ്റെയിം ടൈപ്പ് ഫില്ലിംഗ് ആണ് ഓറഞ്ചിനും കണ്ടേക്കുന്നത്. വളരെ സോളിഡായിട്ട് വളരെ എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഈ കാണുന്നത്. അങ്ങനെ വേറെ ചെറിയൊരു ലെയർ ഓഫ് ചോക്ലേറ്റ്. എനിക്കിത് സ്ട്രോബെറിയുടെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതൊരു സ്ട്രോബെറി ഫ്ലേവറിംഗ് ആണെന്നുള്ളതിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ കമൻ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്ത ഷേപ്പ് നമ്മൾ അടുത്ത ചോക്ലേറ്റ് എടുത്തേക്കുന്നത് ഓറഞ്ച് ചോക്ലേറ്റ് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബോക്സ് എഴുതി വെച്ചേക്കുന്നത്. ഓറഞ്ചിന് നമ്മൾ വേറൊരു ഫ്ലേവറും ചെയ്തായിരുന്നു, ഓറഞ്ച് ക്രീം എന്ന് പറഞ്ഞിട്ട്. ഇത് ഓറഞ്ച് ചോക്ലേറ്റ് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഐറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലേവറിങ് ടേസ്റ്റൊക്കെ ഒരുപോലെയാണ് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എൻ്റെ അതെന്താ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം അത് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ക്രീം എടുത്തപ്പോൾ ഒരു കുറച്ചുകൂടി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വളരെ സോളിഡായിട്ടുള്ള തിക്കൻഡ് ആയിട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇതൊരു നോർമൽ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടെക്സ്ചറാണ് കാണുന്നത്. ഇനി ടേസ്റ്റ് വൈസ് നോക്കാം. അത്യാവശ്യം ഒരു സ്മൂത്തായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറിങ് അധികം ഫീൽ ചെയ്തില്ല. അതിൻ്റെ പേഴ്സണൽ ഫീലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കധികം ഓറഞ്ചിൻ്റെ ഫ്ലേവറിങ് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചോക്ലേറ്റ് ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ലീൻ ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ പണ്ട് ഇഞ്ചി മിഠായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിട്ടണേ അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ടോഫി ഫിംഗറാണ്. ഒരു ഫിംഗറിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തന്നെ ആയിരിക്കും ടോഫി ഫിംഗർ എന്ന് പറയുന്നത്. ഇനി ഐറ്റം ഒന്ന് നോക്കാം. വളരെ ചെറിയൊരു ബാറ് സ്നിക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ മേഴ്സിൻ്റെ ഒക്കെ ഷേപ്പാണ് ഐറ്റം കാണുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ വേറൊരു ഫ്ലേവറിങ് എന്താണെന്ന് നോക്കാം. ഒരു ബാർബണ്ണല്ലോ അഥവാ ബാർബണ്ണിലൊരു കാരമൽ മിക്സ് ചെയ്ത ടേസ്റ്റ്, ഇങ്ങനൊരു ടേസ്റ്റാണ് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ വളരെ ഒരു സ്പെസിഫിക്കോ പെക്യുലർ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ബോക്സിൽ നിന്നുള്ള അടുത്തായിട്ടാണ് മിൽക്ക് ചോക്ക് ബ്ലോക്ക്. അതായത് മിൽക്ക് ചോക്ലേറ്റിൻ്റെ തന്നെ ഐറ്റം ആയിരിക്കണം, കാരണം മിൽക്ക് ചോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഐറ്റം ഇട്ടേക്കുന്നത്. നല്ലൊരു ഗ്രീനായിട്ട് ഒരു ഡിഫറെൻറ്റ് കവറിങ് ഒക്കെ ഉണ്ട് ഐറ്റത്തിന്. ഇനി നമുക്ക് സംഭവം ഒന്ന് നോക്കാം. ചെറിയൊരു ബ്ലോക്ക് ചോക്ലേറ്റ് വരെ തന്നെയാണ് ഐറ്റം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല ഫില്ലിങ്സ് ഇല്ല എന്ന് തോന്നുന്നു. സംഭവം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ എൻ്റെ ടേസ്റ്റ് എനിക്ക് കൂടുതലും ഈ ബെൽജിയം റിലേറ്റഡ് ചോക്ലേറ്റ്സ് വരെയായിട്ടോ ഫീൽ ചെയ്തത്. അത് വളരെ പെക്യുലർ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. അതിനൊരു ടോട്ടലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്ചറും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വളരെ സിമിലാരിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ പെനൽറ്റിമേറ്റ് ഐറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്വാളിറ്റി സ്ട്രീറ്റ് ബോക്സിലെ 10ാമത്തെ ഫ്ലേവർ ടോഫി പെന്നി, അതാണ് ഐറ്റം. അപ്പോൾ ഇത് വളരെ ചൂയി ആയിട്ടൊരു ഐറ്റം തോന്നുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മെൽട്ടായിട്ടാണ് ഇരിക്കണതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ശരിക്കും മെൽട്ടായിട്ട് തന്നെയാണ് ഇരിക്കണേ. ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ ചൂയി ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. അതൊരു പക്ക ടോഫി തന്നെയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കാരമൽ കോമാതിരി തന്നെ പ്യുവർ ടോഫിയാണിത്. സംഭവം ടേസ്റ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അത്യാവശ്യം കാരമൽ ടേസ്റ്റൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ള കാരണം തന്നെ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ആ ബോക്സിലെ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ചോക്ലേറ്റ് ബോക്സിൽ ലാസ്റ്റ് ഫ്ലേവറാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ കോക്കനട്ട് എക്ലെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ അതിൻ്റെ അത് കോക്കനട്ട് ഫ്ലേവറിങ് ആയിരിക്കും വരുന്നത്. അത്യാവശ്യം നല്ലൊരു നീല പ്ലാക്കിൽ സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സംഭവം ടേസ്റ്റ് വൈസ് നോക്കാം. അത്യാവശ്യം നല്ലോണം മെൽറ്റായിട്ടാണ് കേട്ടോ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കോക്കനട്ട് വേറെ ഫ്ലേവറിങ്ങൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ ചോക്ലേറ്റാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറോ അല്ലെങ്കിൽ ബൈറ്റ്സ് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബൗണ്ടിയൊക്കെ മേലെ തന്നെ ഉള്ളിൽ തിക്ക് കോക്കനട്ട് ഫില്ലിംഗ് ഉണ്ട്. സംഭവം പക്ക ഒരു ബൗണ്ടി കൈൻഡ് ഓഫ് ടേസ്റ്റൊക്കെ തന്നെയാണ് കിട്ടിയത്.
ബൗണ്ടറിയുടെ അത്രയും ചോക്ലേറ്റി അല്ല, പക്ഷേ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഡെഫിനറ്റായിട്ടും കോക്കനട്ട് ഫ്ലേവർ ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായിട്ടും ഇഷ്ടമാവും. നിങ്ങളപ്പോൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.